ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന സാങ്കല്പിക രേഖയെയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി പകുക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുഭാഗത്തുള്ള അർദ്ധഗോളത്തിനെ ഉത്തരാർദ്ധഗോളമെന്നും തെക്കുഭാഗത്തുള്ള അർദ്ധഗോളത്തിനെ ദക്ഷിണാർദ്ധഗോളമെന്നും പറയുന്നു. അക്ഷാംശരേഖകൾ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി രണ്ട് അർദ്ധഗോളങ്ങളിലും വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശരേഖകൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശരേഖകളാകും. 0 ഡിഗ്രി അക്ഷാംശരേഖയായി കണക്കാക്കിയിരിക്കുന്നത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കുമായി കാണുന്ന അക്ഷാംശങ്ങൾ വൃത്തങ്ങളല്ല. ഇവ യഥാക്രമം ഉത്തരധ്രുവമെന്നും ദക്ഷിണധ്രുവമെന്നും അറിയപ്പെടുന്നു. രേഖാംശരേഖകൾ ഉത്തരധ്രുവത്തിനെയും ദക്ഷിണധ്രുവത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ. 0 ഡിഗ്രി രേഖാംശരേഖയായി കണക്കാക്കിയിരിക്കുന്നത് ഗ്രീനിച്ച് രേഖയാണ്. ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന പട്ടണത്തിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിനെ ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കുന്നത്. മാനക രേഖാംശമെന്നും ഈ രേഖ അറിയപ്പെടുന്നു. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ.